ഇത് ബോട്ടല്ല, അത് കാറാണ് വെള്ളത്തിൽ കൊണ്ടുപോവാന്. ഇതാണ് മരുഭൂമിയുടെ സെന്ററില് അവിടെ അടിച്ച് കയറി പോ മക്കളെ. ഫുള്ളുപ്പ്. ഹലോ കൂട്ടുകാരെ, ഒരു യാത്ര പോവാച്ചിട്ടാണ്. ഇപ്പൊ നമുക്കൊന്ന് പോയാലോ യാത്ര? എവിടെയല്ല, അബുദാബിയിലെ സാൾട്ട് ലേക്ക് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പൊ അവിടേക്കുള്ളൊരു യാത്രയാണ്. അപ്പൊ നമുക്കൊന്ന് അവിടെ പോയി നോക്കിയാലോ? പോവല്ലടാ? എല്ലാരും ഓക്കെ അല്ലേ? റെഡി? ഉറക്ക പറയ റെഡിയത്? അതന്നെ വേണ്ടി. ലൊക്കേഷൻ കിടക്കുന്നത് അബുദാബി അലൈൻ റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അബുദാബിയിൽ നിന്ന് അലൈൻ റൂട്ടിലാണ് പോണേ. നല്ല രസമുണ്ടല്ലേ, 2 റോഡ് സൈഡിൽ മരങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എക്സിറ്റ് ആയിട്ടാ അൽ വത്തുബയിലാണ് നമുക്ക് എക്സിറ്റ് ആവേണ്ടത്. എക്സിറ്റ് നമ്പർ 50 ആണ്, 50. ആർക്കും വഴി വലിയ പിടുത്തില്ല. മുബഷീറിനോട് പറഞ്ഞിട്ട് ഒരു കേട്ടില്ല. ഓൻ പറയണ അങ്ങനെ തന്നെയാണോ പറയണത്? ഒരു കളച്ചെറും ചിരിച്ചിട്ട് ആരും പറയുന്ന കേൾക്കാം. ആരും പറയുന്നത് കേൾക്കാം. അന്റെ ശരീരം കണ്ടിട്ട് ഞങ്ങൾ പേടിക്കൊന്നും ചേട്ടാ. പറഞ്ഞില്ലാന്ന് വേണ്ട, നേരെ പോയിക്കോളാൻ അറിയാ. അപ്പൊ ഇവിടുന്നൊക്കെ നേരെ പോയിക്കോളാൻ പറയുന്നുണ്ട്. അങ്ങനെ മരുഭൂമിയിലേക്ക് എത്തി ഞങ്ങള്. വണ്ടി പഞ്ചറായിണ്ടെങ്കിൽ ഇവിടെ ഇട്ട് പോണ്ടി വരും കേട്ടാ. പതുക്കെ പോയിക്കോ. എന്താണ് വണ്ടി താഴെടാ? അങ്ങനെ ധൈര്യമായിട്ട് പോയിക്കോ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങൾ എത്തിപ്പെട്ടു. എവിടെ എത്തിപ്പെട്ടാ? ലൈക്കിലേക്ക് എത്തിപ്പെട്ടിട്ടാ. ആകെ കുണ്ടും കുഴിയായിട്ട്. എടാ ഞാൻ ഇങ്ങനെ ഇട്ട് കുലുക്കല്ലേ, ഛർദിച്ചു പോവും. വേണ്ട വേണ്ട, നീ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തോ? അതല്ലേ എങ്ങിട്ടാ പോണ്? എങ്ങിട്ടാ പോണ് അറിയാണ്ട് എവിടെയെങ്കിലും നിർത്തണ. ഇത് ബോട്ടല്ല, അത് കാറാണ് വെള്ളത്തിൽ കൊണ്ടുപോവാന്. പഹന് വിചാരത്ത് ബോട്ടാണാ. ഇതാണ് മരുഭൂമിയുടെ സെന്ററില്. ഇതാ ഈ വെള്ളം ഇങ്ങനെ ഇവിടെ എത്തണേ. സാൾട്ട് ലേക്ക്. വെള്ളം അങ്ങോട്ട് അടിയിക്ക് പറ്റും. ചോറും സാൾട്ട് കിട്ടും. സാൾട്ട് ഇതൊക്കെ സാൾട്ടാ. കണക്കെ സാൾട്ടാട്ടാ. ഇവിടെ ഓവറുണ്ട്. വായോ വായോ, കമോൺ കമോൺ. വെള്ളം വെച്ച സ്ഥലമുണ്ട്. അവിടെ വെള്ളം വെച്ചോട്ട് ഫുള്ള് ഉപ്പാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഫുള്ള് നല്ല രസം കാണാന്. കമോണ്ടാ അവിടെ അടിച്ച് കയറി പോ മക്കളെ. നമ്മള് എങ്ങനെയുണ്ട് അവിടെ? ആദ്യം പറഞ്ഞതല്ലേ. കണ്ണ് ഭയങ്കര ഇതില്ലേ, വെയിലടിക്കുന്നു. ഇത് നോക്ക് ഉപ്പ് മക്കളെ, ഉപ്പ് നോക്ക് എന്ത് കാണുന്നത്. ഫുള്ളുപ്പ്. ഉപ്പ് ഉപ്പ് ഭയങ്കര. ഹലോ ക്യാമറമാൻ, ഇതെന്തിനാ ഉപ്പ്? ഉപ്പ് കാലിന്റെ അടിയിലൊക്കെ ആവുന്നുണ്ട്. അയ്യോ, ഓ എന്റെ ഷൂന്റെ നോക്ക്. ഐസ് ഇവിടൊക്കെ ഐസ് ഇല്ലേ? അങ്ങോട്ട് ഉണ്ട്, കറക്റ്റാണ്. ഇത് നോക്കി നിങ്ങള്, ഇത് കറക്റ്റായിട്ട് കാലിന്റെ അടി നോക്ക്. ഉപ്പ് ഇത് കളയണ്ട, അവിടെ കൊണ്ടായിട്ട് ഉപയോഗിക്കും. ഉപ്പ് എന്താ
ഇതിനെ പറ്റി പഠിക്കാൻ പോവാന്? ഹായ്, ഫോട്ടോഗ്രാഫിങ് നടക്കുന്നുണ്ട്. അതെങ്ങനെയാടാ അവിടെ? അത് വെള്ളം വെച്ച ഫുള്ള് ഉപ്പ്. ഇവിടെ ആദ്യം വെള്ളമായിരുന്നു. ആ, അടി കുഴിച്ച വെള്ളം ഉണ്ടല്ലേ? ഇത് നോക്ക് കാണുന്ന ഉപ്പ്. ഹായ്, സൂര്യൻ അസ്തമിക്കാനായ ഫോട്ടോഗ്രാഫി പോരാ. എന്താണ് എന്റെ മുബഷീർ, ഒന്ന് നല്ല പോലെ എടുത്തു കൊടുക്കാൻ എനിക്ക്. എന്ത് ബാക്ക്ഗ്രൗണ്ട് ആണ് നിങ്ങൾക്ക്? ഏത് വൈറ്റ്? കടലല്ലടാ അത്, കടലേ. എന്നാലും ഈ മരുഭൂമിയുടെ ഒറ്റ സെന്ററില് ഇതെങ്ങനെ സംഭവിച്ചു? കാലുമിലൊക്കെ ആകെ ഉപ്പായടാ. ഒന്ന് കാലൊക്കെ ഒന്ന് കഴിയണോ? എന്താണ് നല്ല ചൂട് ഫീൽ ചെയ്യില്ലല്ലേ? വലിയ ചൂട് അറിയുന്നില്ല. രാത്രി വൈകുന്നേരം ഇരിക്കാം. പിന്നെ ഉപ്പുണ്ടാണോ? ഞാൻ വെച്ച് നോക്കണ വെള്ളം, ഞാൻ വെച്ച് നോക്കണ, ഞാൻ വെച്ച് നോക്കിയാ ആടാ ഉപ്പുണ്ട്. ഭയങ്കര ഉപ്പ്. ഉപ്പില്ലാണ്ട് ഉപ്പില്ലാണ്ട് ഒരു ലോഡ് ചെറുനാരങ്ങ ഇറക്കണ, നമുക്ക് കട്ട് ചെയ്തിട്ട്. സോഡ വേണ്ടല്ലോ, ഉപ്പ് വെള്ളം ഉണ്ടല്ലോ. പിന്നെ ഇനി എന്തിനാ സോഡ? വെള്ളത്തിൽ ഒഴിക്കാലോ. ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ മതിയല്ലോ. നല്ല ഉപ്പ് വെള്ളമായിരിക്കല്ലോ മേത്താക്കല്ലേ? നല്ല ഉപ്പ്. 2 പേര് അവിടെ ഇരുന്നിട്ട് എന്തോ നോക്കി നിക്കുന്നുണ്ട്. അല്ല, മീനുണ്ടാ? സ്രാങ്ക് ഉണ്ടാ? സ്രാങ്ക്, കണ്ണൻ സ്രാങ്ക് ഉണ്ടാ? ചൂണ്ടിലായിട്ട് വരാൻ പറ്റുമോ? എന്തോ തെരയാണല്ലോ 2 പേരും. എന്തെങ്കിലും കിട്ടുമോ? അല്ലടാ, ഈ ഉപ്പായിട്ട് എന്ത് ചെയ്യുന്നു? അല്ലടാ, ഒരു പിടി ഉപ്പ് കൊണ്ടിട്ട് നമുക്ക് കറിയിട്ട് നോക്കിയാലോ? എങ്ങനെ ഉണ്ട് നോക്കിയാലോ? ആ, കെമിക്കൽ ഇല്ലാത്തതല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ തടാൻ കാണാന്? നല്ല ആ, നമ്മളെ ഡെസർട്ട് മരുഭൂമിയിലെ അതിനെ തല ഓടിയിട്ടാണ് മറ്റേ തടാകം സ്ഥിതി ചെയ്യുന്നത്. എന്തൊരു ഭംഗി. ഭയങ്കര ചൂടില്ലേ? എന്താ ചൂട്. പഴയ മോഡലുണ്ട്. എന്താണ്? എന്താ സൂപ്പർ അല്ല സ്ഥലം? അടിച്ചു കയറി വന്നാലോ? ഇപ്പൊ വരണ്ടട്ടാ. അപ്പൊ ഭയങ്കര ഹോട്ട് ടൈമാ, ചൂട് ടൈമാ. ചൂടല്ലാത്ത ടൈം വന്നാ ഭയങ്കര രസാ, എൻജോയ് ചെയ്യാം. ഇപ്പൊ ഭയങ്കര ചൂടാ. ഇതാണ് നമ്മ പറഞ്ഞ സാൾട്ട് ലേക്ക്. ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ഏരിയ ആണ്. നല്ല പീസ്ഫുൾ ഏരിയ ആണ് കേട്ടോ. നമുക്ക് ഫുഡൊക്കെ കുറഞ്ഞ് സർവ് ചെയ്ത് കഴിക്കാനും സൊറ പറഞ്ഞിരിക്കാനും എല്ലാത്തിനും പറ്റിയ നല്ലൊരു സ്ഥലമാണ്. വിൻ്റർ സീസണിൽ വരികയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഹോട്ട് ടൈമാണ്. വിൻ്റർ സീസണിൽ നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ്. നമുക്ക് വേണമെങ്കിൽ ടെൻ്റ് അടിച്ചിട്ട് അടക്കം ഇവിടെ കഴിഞ്ഞുകൂടാം. അപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ?